വന്ദേ ശംഭുമുമാപതിം സുരഗുരും വന്ദേ ജഗൽക്കാരണം വന്ദേ പന്നഗഭൂഷണം മൃഗധരം വന്ദേ പശൂനാം പതിം വന്ദേ സൂര്യശശാങ്കവന്നിനയനം വന്ദേ മുകുന്ദപ്രിയം വന്ദേ ഭക്തജനാശ്രയം ച വരദം വന്ദേ ശിവം ശങ്കരം. ഓം നമഃ ശിവായ. അമൃതവർഷിണി കുടുംബത്തിലെ ആത്മമിത്രങ്ങളേവർക്കും വിനീത നമസ്കാരം. ഒരു മഹാത്യാഗത്തിൻ്റെ സ്മരണകൾ ഉണർത്തിക്കൊണ്ട് വീണ്ടും ഒരു ശിവരാത്രി സമാഗതമായിരിക്കുന്നു. മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസം അന്നാണ് നമ്മൾ ശിവരാത്രിയായി ആചരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും ജഗത്പിതാവായ ലോകമംഗളകാരിയായ ദേവാധിദേവനായ സാക്ഷാൽ ശ്രീ മഹാദേവനെ, പരമശിവനെ ആരാധിക്കുന്ന പൂജിക്കുന്ന പുണ്യദിനം. നമുക്കറിയാം, നമ്മുടെയൊക്കെ ഈശ്വരീയ സങ്കല്പത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ്, അല്ലെങ്കിൽ ഏറ്റവും ഉദാത്തമായ അഗ്രഗണ്യമായ ഭാവമാണ് ശിവസങ്കല്പം, ശിവമൂർത്തി. അതിനപ്പുറം മറ്റൊരു ദേവസങ്കല്പമില്ല. അതുകൊണ്ടാണ് ദേവാധിദേവനാണ് മഹാദേവൻ, ശിവൻ എന്ന് നമ്മൾ പറയുന്നത്. പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും അന്നേ ദിവസം, ഈ പറഞ്ഞ മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസം, നാളെയാണ് അത് വരുന്നത്, അന്നാണ് ശിവരാത്രിയായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ എന്താണ് ശിവം, ആരാണ് ശിവൻ എന്നറിയണമെങ്കിൽ അതിൻ്റെ വിപരീത പദം അറിയണം. ശിവം എന്നതിൻ്റെ വിപരീത പദം ശവം എന്നാണ്. അപ്പം ശവമല്ലാത്തതെല്ലാം ശിവനാണ്. അതായത് ജീവനുള്ളതെല്ലാം ശിവനായിട്ടാണ് കാണുന്നത്. അതായത് മംഗളരൂപിയാണ്, ചൈതന്യരൂപിയാണ് മഹാദേവൻ, പരമശിവൻ. ഇന്നിവിടെ പ്രഭാഷണ വിഷയം ശിവകുടുംബം എന്നുള്ളതാണ്. കുടുംബം എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം, കൂടുമ്പോൾ ഇമ്പമുള്ളത് അതാണ് കുടുംബം. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ കുടുംബഭാവത്തിൻ്റെ, സനാതന ധർമ്മത്തിൻ്റെ ഉദാത്തമായ മാതൃകയാണ് നമ്മുടെ കുടുംബസങ്കല്പം. മറ്റൊരു രാജ്യത്തും ഈ കുടുംബസങ്കല്പം കാണാനില്ല. സനാതനധർമ്മികൾ വസിക്കുന്ന ഈ നമ്മുടെ രാജ്യത്തിൽ, ഭാരതഭൂമിയിൽ മാത്രമാണ് കുടുംബസങ്കല്പം ഇത്ര ഉദാത്തമായ ഭാവത്തിൽ, രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം അതിൻ്റെയൊക്കെ മാതൃക നമ്മുടെ ശിവകുടുംബമാണ്. അതായത് ബദ്ധവൈരികൾ പോലും ഏകഭാവത്തോടുകൂടി, സമഭാവനയോടുകൂടി ഒരുമിച്ച് കഴിയുന്നു ശിവകുടുംബത്തിൽ. ശിവകുടുംബത്തിൽ നമുക്കറിയാം, മഹാദേവനുണ്ട്, ജഗത്പിതാവായ മഹാദേവനുണ്ട്, ജഗൻ മാതാവായ പാർവതി ദേവിയുണ്ട്, മക്കളായ ഗണപതിയുണ്ട്, സുബ്രഹ്മണ്യനുണ്ട്. ഇവരൊക്കെ ശിവകുടുംബത്തിലുണ്ട്. ഇവർക്ക് നമുക്കറിയാം, ഏത് ദേവീദേവന്മാർക്കും വാഹനമുണ്ട്. ധർമ്മത്തിൻ്റെ പ്രതീകമായിട്ടാണ് ദേവീദേവന്മാരുടെ വാഹനത്തെ കരുതപ്പെടുന്നത്. മഹാദേവൻ്റെ വാഹനം ഋഷഭമാണ്, അല്ലെങ്കിൽ കാളയാണ്, നന്ദികേശനാണ്. ജഗന്മാതാവായ പാർവതി ദേവിയുടെ വാഹനം സിംഹമാണ്. നമ്മൾ ഓർത്ത് നോക്ക്, സാധാരണഗതിയിൽ ഒരു സിംഹം ഒരു കാളയെ കണ്ടാൽ, അല്ലെ മറ്റൊരു മൃഗത്തെ കണ്ടാൽ എന്താ ചെയ്യുക? ഉടനെ അതിനെ ആക്രമിക്കും, തൻ്റെ ആഹാരമായിട്ട് അതിനെ ഉപയോഗിക്കുകയും ചെയ്യും. പക്ഷേ ശിവകുടുംബത്തിൽ സിംഹം കാളയെ ആക്രമിക്കാറില്ല. ഇവ രണ്ടും പരസ്പരം സമഭാവനയോടുകൂടി, ഐക്യത്തോടുകൂടി വർത്തിക്കുന്നു. ഭഗവാന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത് നാഗമാണ്, നാഗഭൂഷണനാണ്, പന്നഗഭൂഷണനാണ് മഹാദേവൻ. ഗണപതി ഭഗവാന്റെ വാഹനം ചുണ്ടലിയാണ്. പാമ്പ് എലിയെ കണ്ടാൽ അത് അപ്പയെ പിടിക്കും, നമുക്കറിയാം. പക്ഷേ ശിവകുടുംബത്തിൽ ഈ പാമ്പ് എലിയെ പിടിക്കാറില്ല. സുബ്രഹ്മണ്യ ഭഗവാന്റെ വാഹനമാണ് മയിൽ. മയിൽ പാമ്പിനെ കണ്ടാൽ അപ്പോൾ കൊത്തിയെടുക്കും. പക്ഷേ ശിവകുടുംബത്തിൽ മയിൽ പാമ്പിനെ കൊത്താറില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ജന്മന ബദ്ധവൈരികളായ ഈ വിവിധങ്ങളായ ഈ മൃഗസഞ്ചയങ്ങൾ ശിവകുടുംബത്തിൽ
ഏകഭാവത്തിൽ, സമത്വഭാവത്തിൽ, സാഹോദര്യത്തോടു കൂടി വർത്തിക്കുന്ന കാഴ്ച. അതാണ് നമ്മുടെയൊക്കെ കുടുംബഭാവത്തിൻ്റെ കുടുംബ സങ്കല്പത്തിൻ്റെ ഉദാത്തമായ മാതൃകയാണ് ശിവകുടുംബം എന്ന് നമ്മൾ പറയാൻ കാരണം അത് തന്നെയാണ്. ഇനി നമ്മൾക്ക് ഇന്നത്തെ പലതും പറയുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ ഓരോ പ്രതീകങ്ങളുണ്ട്. പലരും ഈ അടുത്ത കാലത്ത് പരിഹസിച്ചതാണ്. ആനയുടെ തലയും വലിയ ശരീരവുമുള്ള ഗണപതി ഭഗവാൻ എങ്ങനെയാണ് ഒരു ചുണ്ടലിയുടെ പുറത്ത് പോകുക, സഞ്ചരിക്കുക, അതിൻ്റെ യുക്തി എന്താണ് എന്നൊക്കെ പലരും പരിഹസിച്ചു. ഗണപതി ഭഗവാൻ വെറും മിത്താണ്, വെറും സങ്കല്പമാണ്, ഒന്നും ഈശ്വരനല്ല എന്നൊക്കെ പറയുകയുണ്ടായി. പക്ഷെ ഒരുപക്ഷെ നമുക്കും തോന്നും, ഈ വലിയ വലിപ്പമുള്ള ഗണപതി ഭഗവാൻ, ആനയുടെ ശിരസും വലിയ ഉദരം, കുംഭോദരൻ, ലംബോദരനൊക്കെയാണ് ഗണപതി ഭഗവാൻ. ഈ ഗണപതി ഭഗവാൻ എങ്ങനെയാണ് ഒരു ചുണ്ടലിയുടെ പുറത്ത് പോവുക, സഞ്ചരിക്കുക? അപ്പം എന്താണ് ഇതിൽ നിന്ന് നമുക്ക് നൽകുന്ന സന്ദേശം? എത്ര വലിയവനായാലും തൻ്റെ ജീവിതത്തിൻ്റെ ഒരു നിമിഷം തള്ളി നീക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും എളിയവൻ്റെ സഹായം ഉണ്ടെങ്കിലേ മതിയാകും. എത്ര ഉന്നതനായിക്കൊള്ളട്ടെ, എത്ര സമ്പന്നനായിക്കൊള്ളട്ടെ, ഉന്നത പദവിയിലിരിക്കുന്ന ആളായിക്കൊള്ളട്ടെ, തൻ്റെ ജീവിതത്തിൻ്റെ ഒരു നിമിഷം തള്ളി നീക്കണമെങ്കിൽ ഏറ്റവും എളിയവൻ്റെ, അവൻ്റെ സഹകരണം, അവൻ്റെ അധ്വാനം ഇതുണ്ടെങ്കിലേ ഒരു നിമിഷം തള്ളി നീക്കാം. നമുക്കെല്ലാം അതാണ്. പരസഹായമില്ലാതെ ഒരാൾക്കും ഒരു നിമിഷം പോലും ഇവിടെ ജീവിക്കാൻ കഴിയില്ല. ഇപ്പം എത്ര കോടി ഇപ്പം അരി നമ്മൾ കാശ് കൊടുത്ത് അരി വാങ്ങിച്ച് ഭക്ഷിക്കുന്നു. ആ അരി വാങ്ങിക്കണം, ആ അരി അതേ രൂപത്തിൽ നമ്മുടെ മുന്നിൽ എത്തണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എത്ര പേരുടെ അധ്വാനം ഉണ്ടായിട്ടുണ്ടോ നമ്മൾ ചിന്തിച്ച് നോക്കുക. ഇപ്പം നെല്ല് പുഴുങ്ങിയാണ്, കുത്തിയാണ് അരി ഉണ്ടാക്കുക. നെല്ല് വിതയ്ക്കണമെങ്കിൽ ആദ്യം നിലമൊരുക്കണം. ആ നിലമൊരുക്കിയിട്ട് മുളപ്പിച്ച വിത്ത് അതിൽ വിതയ്ക്കണം. ആ വിത്ത് മുളച്ച് വരുമ്പോൾ അതിന് യഥാസമയത്ത് വെള്ളവും വളവും നൽകണം. അത് വളർന്നു വന്ന് അത് കതിര് പാകമാകുമ്പോൾ അത് കൊയ്തെടുത്ത് കറ്റയാക്കി കൊണ്ടുവന്ന് വെക്കണം. പിന്നീട് അത് ചവിട്ടി നെല്ലും പതിരുവാക്കി വേർതിരിച്ച് ആ നെല്ലുണക്കി അതിനെ പുഴുങ്ങി വീണ്ടും ഉണക്കി കുത്തി പാറ്റിപ്പറക്കിയൊക്കെയാണ് അരി ആവുക. അപ്പോൾ ആ ഒരു അരിമണി നമ്മുടെ മുന്നിലെത്താൻ അതിൻ്റെ പിറകിൽ എത്ര പേരുടെ അധ്വാനം ഉണ്ടായിട്ടുണ്ട് നമ്മൾ ചിന്തിച്ച് നോക്കുക. അതുപോലെ നമ്മുടെ ഓരോ കാര്യത്തിനും, നമ്മുടെ വസ്ത്രമായാലും ഇപ്പം പഞ്ഞി നൂലുണ്ടാക്കി അതിൽ നിന്നാണ് വസ്ത്രം ഉണ്ടാക്കുന്നതൊക്കെ നമുക്കറിയാം. അതിങ്ങനെ കൊണ്ടുവന്ന് കടയിൽ കൊണ്ടുവന്ന് നമ്മൾ കാശ് കൊടുത്ത് തുണി വാങ്ങിക്കുന്നു, തയ്യൽക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു. നമ്മുടെ ശരീരത്തിന് അളവിനനുസരിച്ച് ആളത് മുറിച്ച് ശരീരത്തിന് അനുയോജ്യമായ രീതിയിൽ തയ്ച്ച് നമുക്ക് തരുന്നു. അപ്പം അതിൻ്റെയൊക്കെ പിന്നെ നമ്മൾ അണിയുന്ന വസ്ത്രങ്ങളിലായാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയൊക്കെ ആയാലും അതിൻ്റെ നമ്മൾ ഇപ്പം വാഹനം നമ്മൾ കൊണ്ടു നടക്കുന്ന വാഹനം, മോട്ടോർ വാഹനം, അത് ആ രൂപത്തിലാകാൻ എത്ര പേരുടെ അധ്വാനം അതിൻ്റെ പിന്നിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമുക്ക് തള്ളി നീക്കുവാൻ നിരവധി ആളുകളുടെ, എളിയവരുടെ ആയാലും ശരി, അവരുടെ അധ്വാനം, അവരുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ കഴിയൂ. അങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ആ ഒരു തത്വമാണ് നമുക്ക് ഈ ഗണപതി ഭഗവാൻ ചുണ്ടലിയുടെ പുറത്ത് സഞ്ചരിക്കുന്നു എന്നത് കൂടി കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു കുടുംബഭാവം നമുക്ക് ഇവരാരും അവിടെ ഒരു വൈരവുമില്ല, ഒരു സംഘർഷവും ഇല്ല, ഒരു അസാധാരണമല്ല അത്തരത്തിലുള്ള ഒരു സംഘർഷങ്ങളും ആ ശിവകുടുംബത്തെ നമുക്ക് കാണും. അതുകൊണ്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ശിവകുടുംബത്തിൻ്റെ ഫോട്ടോ വെച്ച് വിളക്ക് കൊടുത്തണം. ആ ശിവകുടുംബത്തെ മാതൃകയാക്കി നമ്മുടെ കുടുംബവും അതേ നിലയിലേക്ക് തന്നെ കൊണ്ടുവരണം എന്ന് നമ്മൾ പറയാൻ കാരണം. നമുക്ക് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് വരാം. അത്തരത്തിലൊരു സമാധാനം, ഒരു ശാന്തി, ഈ ഐക്യഭാവം നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പരസ്പരം കലഹങ്ങൾ, സഹോദരങ്ങൾ തമ്മിൽ, അച്ഛനമ്മമാർ തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ ഒക്കെ കലഹങ്ങളും കൊലപാതകങ്ങളും. ഇപ്പോൾ ഇന്ന് നമ്മൾ വാർത്ത കണ്ടു, ഒരു പയ്യൻ അമ്മയും ഉപ്പയൊക്കെ അടക്കം തന്നെ 5 പേരെ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ ഇത്തരത്തിലുള്ള വാർത്തകൾ ഓരോ ദിവസവും വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കുടുംബഭാവം നമ്മളിൽ നിന്ന് അന്യമായി മാറിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ സംസ്കാരത്തിന് അല്ലെങ്കിൽ സനാതനധർമ്മത്തിന് മൂല്യച്യുതി ഉണ്ടാകാൻ കാരണം. നമ്മുടെ ഈ കുടുംബഭാവം നമ്മൾക്ക് അന്യമായി മാറിയിരിക്കുന്നു. പണ്ടൊക്കെ നമുക്കറിയാം കൂട്ടുകുടുംബമാണ്. അച്ഛനും അമ്മയും മക്കൾ, സഹോദരങ്ങൾ, അമ്മാവന്മാർ, മുത്തശ്ശന്മാർ, മുത്തശ്ശിമാർ, അങ്ങനെയുള്ള നിരവധി ആളുകളുള്ളൊരു കുടുംബമായിരിക്കും കൂട്ടുകുടുംബം. ആ കുടുംബത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകാറില്ല, ഒരു രോഗം ഉണ്ടാകാറില്ല, മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. അഥവാ അതൊക്കെ പരിഹരിക്കാൻ മുതിർന്നവരായ ആൾക്കാർ ആ കുടുംബത്തിൽ ഉണ്ടാവും. അവരൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്ത് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ അതിനെ കൈകാര്യം ചെയ്ത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. ഇന്നോ നമ്മുടെയൊക്കെ മക്കൾ പ്രായമായി വിവാഹിതരായി കഴിഞ്ഞാൽ അവരൊക്കെ വേറെ വീട് വെച്ച് പോകുന്നു, അണുകുടുംബങ്ങളായി മാറി. ഇനി അതല്ല ഇല്ലെങ്കിൽ തന്നെ അച്ഛനും അമ്മയും പ്രായമായാൽ അവരൊക്കെ ഇന്ന് വീടിന് പുറത്താകുന്നു. വൃദ്ധസദനങ്ങൾ, ശരണാലയങ്ങൾ അവിടേക്ക് പ്രാപിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വൃദ്ധസദനങ്ങളും ശരണാലയങ്ങളും വർദ്ധിച്ചു വരികയാണ്. ഒന്നും വികസനമല്ല,
ഇതൊക്കെ കാരണം നമ്മുടെ കുടുംബഭാവം നമുക്ക് കുടുംബത്തിലൊരു പ്രശ്നമുണ്ടായാൽ അല്ലെങ്കിൽ ഒരു വിഷമമുണ്ടായാൽ അതിനെ പരിഹരിക്കാൻ അതിൽ ആരെങ്കിലും പറയാൻ ഉള്ള സാഹചര്യം ഇന്ന് നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലില്ല. പണ്ട് ഈ കുടുംബങ്ങൾ തമ്മിൽ സഹകരണം ഉണ്ടായിരുന്നൊരു നാട്ടിൽ, അതിൽ ഒരുപക്ഷെ രക്തബന്ധത്തിലുള്ളവരായിരിക്കാം, അല്ലാത്തവരായിരിക്കാം, ഒരു സമൂഹത്തിൽ ഒരുമിച്ച് താമസിക്കുന്നത് തമ്മിൽ നമ്മളൊരു 10, 30, 40 വർഷം പുറകോട്ടൊന്ന് 19 വർഷം പുറത്ത് ചിന്തിച്ച് നോക്കൂ. പണ്ടൊക്കെ വീടുകൾക്ക് മതിലുണ്ടായിരുന്നു, വീടുകൾക്ക് കഥകൾ പോലും ഇല്ലായിരുന്നു. ഇവിടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെയൊക്കെ വീടുകളൊന്നും കഥകളില്ലായിരുന്നു, മതിലുകളില്ലായിരുന്നു. കാരണം പറമ്പുകൾ ചാടി ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കയ്യാലുകൾ ഈടികളൊക്കെ ഉണ്ടാവും. അതൊക്കെ ചാടിക്കിടന്ന് അടുത്ത വീടുകളിലേക്ക് അടുത്ത പറമ്പുകളിലേക്കൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരുന്നു. വീടുകൾ തമ്മിൽ പരസ്പരം സഹകരണം ഉണ്ടായിരുന്നു. ഒരു വീട്ടിലില്ലാത്ത സാധനം അടുത്ത അയൽ വീട്ടിൽ പോയി വാങ്ങിച്ച് ജീവിതം ഉപകരിച്ചിരുന്നവർ നേരെ പിന്നീട് ഇവിടെ വാങ്ങിക്കുമ്പോൾ അത് തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ നിത്യോപയോഗ സാധനങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടം വാങ്ങിച്ച് കൈമാറി വന്ന ഒരു ജീവിതകാലം നമുക്ക് മുമ്പുണ്ടായിരുന്നു. അതിരുകളില്ലാത്ത, മതിലുകളില്ലാത്ത ഒരു സമൂഹം നമ്മുടെയൊക്കെ നാടുകളിലുണ്ട്. ഇന്ന് ആധുനിക മനുഷ്യൻ വിദ്യാസമ്പന്നരും പരിഷ്കാരികളൊക്കെ ആയി മാറിയപ്പോൾ ജീവിത സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടപ്പോൾ ഒരാൾ പൊക്കത്തിലും രണ്ടാൾ പൊക്കത്തിലും മതിൽ കെട്ടി ഉയർത്തി. തൊട്ടടുത്ത് താമസിക്കുന്ന ആളിനെ അറിയാതെ, കാണാതെ, ആരാന്നറിയാതെ എല്ലാവരും ആ തൻ്റെ ചുവരുകൾക്കുള്ളിലേക്ക് അവനവനുള്ളിലേക്ക് തന്നെ ചുരുങ്ങുകയാണ്. സാമൂഹ്യ ബന്ധമൊക്കെ ഇല്ലാതെ തൻ്റെ വീട്ടിൽ ഇവിടെ നടക്കുന്നൊന്നും പുറത്തറിയരുത് എന്ന ഭാവത്തിൽ ആ രീതിയിലേക്ക് അവനവനിലേക്ക് തന്നെ ചുരുങ്ങുന്നു. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ കുടുംബഭാവം നമുക്ക് അന്യമായി മാറിയിരിക്കുന്നു. അതിൻ്റെ അന്തഃഛിദ്രങ്ങൾ, അതിൻ്റെ പ്രതിഫലനങ്ങളാണ് ഇന്ന് നമ്മുടെ ഓരോ കുടുംബങ്ങളിലും കാണുന്നത്. പലരും പറയുന്നു കൊച്ചുകുട്ടികൾ മുതിർന്നവരെ അനുസരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, വീട്ടിലുണ്ടാക്കുന്നതൊന്നും അവന് കഴിക്കാൻ പറ്റുന്നില്ല, അതൊക്കെ പുറത്തുനിന്ന് മതി, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഫാസ്റ്റ് ഫുഡുകളൊക്കെ മതി. ആരാണ് കാരണക്കാർ? കുട്ടികളല്ല. കാരണം നമ്മുടെ കുടുംബഭാവം മാറ്റമല്ല, നമ്മുടെ ധർമ്മത്തിൽ നിന്നോ വ്യതിചലിച്ചപ്പോൾ ഈ അപജയങ്ങൾ അല്ലെ ഈ മൂല്യച്യുതികളൊക്കെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടായി. കാരണം ഇന്നത്തെ രക്ഷിതാക്കളും മക്കളും തമ്മിൽ പരസ്പരം കാണുന്നത് പോലും അപൂർവമായിട്ടാണ്. നമുക്കറിയാം, ഇപ്പോൾ ഒരു വീട്ടിലെ അച്ഛനും അമ്മ 2 മക്കളുണ്ട്. അച്ഛനും അമ്മയും ജോലിക്കാരാണ് എങ്കിൽ, അത് ദൂരസ്ഥലത്താണ് അവർക്ക് ജോലിയെങ്കിൽ, വെളുപ്പിന് കുട്ടികൾ ഉണരുന്നതിന് മുമ്പേ അവർ യാത്രയാകും. വൈകിട്ട് കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടായിരിക്കും ഇവർ വരിക. അപ്പോൾ ഇവർ തമ്മിൽ കാണാൻ അച്ഛനും അമ്മയും മക്കളും തമ്മിൽ പരസ്പരം കാണുന്നില്ല, പരസ്പരം ഇൻട്രാക്ഷൻ നടക്കുന്നില്ല. കാരണം കുട്ടികളൊക്കെ അത്തരത്തിലേക്ക് മാനസിക വൈകല്യമുള്ളവരായി മാറാൻ കാരണം അത് തന്നെയാണ് എന്ന് സൈക്കോളജിസ്റ്റുകൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നിർബന്ധമായി നിങ്ങൾ ഒരു ദിവസം അരമണിക്കൂറെങ്കിലും കുട്ടികളോടൊപ്പം ചിലവഴിക്കണം, പരസ്പരം ആശയവിനിമയം നടത്തണം. പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നടന്നൊക്കെ ആയിരുന്നു പോകുന്നത്. നടന്നു പോകുന്ന വഴിവക്കിലുള്ള കലങ്കിലും ഏറുമാടക്കാടുകളിലും ഒക്കെ തന്നെ മുതിർന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു കുട്ടി പോയി കഴിഞ്ഞാൽ അത് ആരാണെന്ന് അവർ ഇരിക്കുന്നവർക്ക് മനസ്സിലാവാം. അതിനടുത്ത് ഇന്നാളിൻ്റെ മകനാണ് അല്ലെങ്കിൽ മകളാണ്. എവിടെങ്ങൾ വെച്ച് കണ്ടാൽ, ഏതെങ്കിലും അപകടകരമായ അവസ്ഥയിൽ കണ്ടാൽ ഉടൻ നടന്നു പോകണമെന്നില്ലല്ലോ, ആ സന്ദേശം അവരുടെ വീടുകളിലെത്തും. കാരണം അത് ഇന്നാരുടെ മകനാണെന്ന് ആ നാട്ടിൽ പരസ്പരം അറിയാം. പക്ഷേ ഇന്ന് നമ്മുടെയൊക്കെ മുമ്പിൽ കൂടെ ഒരാൾ നടന്നു പോയാൽ, ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു കുട്ടി നടന്നു പോയാൽ അത് ഇവിടുത്തെ ആരാണെന്ന് ആർക്കും അറിയില്ല. അതിനെന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ അറിയിക്കാനോ ആ വീട്ടിൽ അറിയിക്കാനോ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ പോകേണ്ടത് അത് വേറെ കാര്യം. പക്ഷേ ഇതേതാണ്, എവിടുത്തതാണെന്ന് പരസ്പരം അറിയുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ, കുടുംബത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ പരിണത ഫലമാണ് ഇത്തരത്തിലുള്ള അന്തഃഛിദ്രങ്ങളും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നടക്കുന്നത്. അതുപോലെ ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ സമാജത്തിൽ ഏറ്റവും കൂടുതൽ ഈ വിവാഹബന്ധ വേർപെടൽ നടക്കുക. വളരെ കൊട്ടിഘോഷിച്ച് വിവാഹം നടത്തുന്നു, പക്ഷെ 1 വർഷക്കാലം പോലും വിവാഹബന്ധം നിലനിൽക്കുന്നില്ല. അതിനു മുമ്പ് ബന്ധം വേർപെടുത്തുന്നു. എന്താണ് കാരണം? ഇപ്പോൾ യുവ തലമുറയ്ക്ക്, അതാണായാലും പെണ്ണായാലും ശരി, വിവാഹബന്ധത്തെക്കുറിച്ച്, ദാമ്പത്യ ബന്ധത്തെക്കുറിച്ച്, ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ഒരു അറിവ് പകർന്നു നൽകുവാൻ നമ്മുടെ സമാജത്തിൽ ആരും ശ്രമിക്കുന്നില്ല, രക്ഷിതാക്കൾ ശ്രമിക്കുന്നില്ല. ഇതര സമൂഹത്തിൽ അവർക്കുണ്ട് അവരുടെ ആരാധനാലയങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് വിവാഹപൂർവ്വ കൗൺസിലിംഗ് അവർക്ക് നടത്തി കൊടുക്കുന്നുണ്ട്. അത് ആൺകുട്ടിയായാലും ശരി പെൺകുട്ടിയായാലും യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള വിവാഹപൂർവ്വ കൗൺസിലിംഗ് ഉണ്ട്. ഇപ്പോൾ വിവാഹബന്ധത്തെക്കുറിച്ച്, വിവാഹ ജീവിതത്തെക്കുറിച്ച് ഒരു ഏകദേശം ധാരണ ആ കുട്ടികളെല്ലാം യുവാക്കളിൽ ഉണ്ടാകുന്നു. പക്ഷെ നമ്മുടെ കുട്ടികളിൽ അവർക്കൊരു സങ്കല്പം ഉണ്ടാവും. അപ്പോൾ ആ സങ്കല്പത്തിനനുസരിച്ച് ജീവിതം നടക്കാതെ വരുമ്പോൾ ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്യ, ഞങ്ങൾ പിരിയാൻ തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് ഓരോ സ്ഥലങ്ങളിലും ജില്ലകളിലും കുടുംബ കോടതികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഓരോ 2 മണിക്കൂറിനിടയിലും ഒരു കുടുംബ കേസ് രജിസ്റ്റർ ചെയ്യുന്നു എന്നാണ് നിലവിലെ കണക്ക്. അപ്പം അത്തരത്തിൽ ഇതിനൊക്കെ കാരണം മുമ്പ് പറഞ്ഞാൽ നമ്മുടെ കുടുംബ വ്യവസ്ഥ തകരാറിലായതാണ്, ഛിദ്രമായതാണ് ഇതിന് കാരണം.
കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആഗോള സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി. പക്ഷെ നമ്മുടെ രാജ്യത്തെ, ഭാരത രാജ്യത്തെ ആ സാമ്പത്തിക മാന്ദ്യം ഏശിയില്ല. അപ്പോൾ ഇതെന്താണെന്ന് സാമ്പത്തിക വിദഗ്ധർ അന്വേഷിച്ചു. എല്ലാ ലോക രാജ്യങ്ങളിലും സാമ്പത്തിക മാന്ദ്യം ഉണ്ടായപ്പോൾ ഭാരത രാജ്യത്തിൽ മാത്രം സാമ്പത്തിക മാന്ദ്യം ഉണ്ടായില്ല. എന്താണെന്ന് അവർ അന്വേഷിച്ചു. അപ്പോൾ അവർ കിട്ടിയ മറുപടി, ഭാരതത്തിലൊരു കുടുംബ വ്യവസ്ഥയുണ്ട്. ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് ഒരു കുടുംബം. ആ കുടുംബത്തിൻ്റെ വരുമാനം അനുസരിച്ച് അതിൻ്റെ ചിലവുകൾ നിശ്ചയിക്കപ്പെടുന്നു. അല്ലെങ്കിൽ അത് അധികരിച്ച ചിലവുണ്ടാകുന്നെങ്കിൽ അതിനുള്ള മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് അവിടെ എടുക്കുന്നു. അപ്പോൾ ആ കുടുംബം, ഗൃഹനാഥ, മക്കൾ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അത്തരത്തിലേക്ക് ഓരോരുത്തരും വിധിച്ച് നൽകി അവരവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവരവർ തന്നെ ചെയ്ത് ആ കുടുംബത്തെ ഭദ്രമാക്കി നിലനിർത്തിക്കൊണ്ട് പോകുന്നു. ഈ കുടുംബഭാവം നമ്മുടെ രാജ്യത്ത് നിലനിന്നതുകൊണ്ടാണ് സാമ്പത്തിക മാന്ദ്യം ഭാരത രാജ്യത്തെ ഏശാതെ പോയത് എന്ന് സാമ്പത്തിക വിദഗ്ധന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ കുടുംബഭാവത്തെ വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു പഴയ ഭാവത്തിലേക്ക്. എന്നൊക്കെ പലരും പറയും, പണ്ടൊക്കെ അടുക്കള വീടിനകത്തും കക്കൂസ് വീടിന് പുറത്തുമാണ് എന്ന്. അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇന്നത് നേരെ തിരിച്ചു. അടുക്കള വീടിന് പുറത്തും കക്കൂസ് വീടിനകത്തുമായി. അപ്പം അതിൻ്റെ മാറ്റം നേരെ വിപരീതമായി വരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതചര്യ തന്നെ മാറി. അപ്പം അതിൻ്റെ പ്രതിഫലനങ്ങൾ, അതിൻ്റെ ദൂഷ്യവശങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടാകുമ്പോൾ അത് സമൂഹത്തിലേക്ക് ബാധിക്കുന്നു. കാരണം പല കുടുംബങ്ങൾ ചേർന്നതാണല്ലോ ഒരു സമൂഹമായിട്ട് മാറുക. അപ്പോൾ ആ തലത്തിൽ നമ്മുടെ കുടുംബഭാവത്തെ വീണ്ടെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു സമൂഹത്തെയും, അങ്ങനെ നല്ലൊരു സമൂഹത്തിൽ കൂടി മാത്രമേ നല്ലൊരു രാഷ്ട്രത്തെയും നല്ലൊരു ദേശത്തെയും നമുക്ക് സൃഷ്ടിച്ചെടുക്കുവാനും നിലനിർത്തുവാനും കഴിയുകയുള്ളൂ. ഈ ഒരു ഉദാത്ത ഭാവം കാണിച്ചു തരുന്നതാണ് നമ്മുടെ ഈ ശിവകുടുംബം, ശിവരാത്രി മാഹാത്മ്യവും. പറഞ്ഞതുപോലെ ഒരു ത്യാഗത്തിൻ്റെ സ്മരണ. നമുക്കറിയാം, ശിവരാത്രിയുടെ ഐതിഹ്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. കാളകൂടം എന്ന വിഷം അമൃത് കടഞ്ഞ സമയത്ത് വാസുകി എന്ന സർപ്പത്തിൻ്റെ വായിൽ നിന്നും വമിച്ച ഉഗ്രവിഷം ഭഗവാൻ സ്വയം സ്വീകരിച്ച്, കാരണം അത് നശിച്ചാൽ താൻ നശിക്കും എന്ന് ഭഗവാനും അറിയാം. പക്ഷേ ലോകരക്ഷയ്ക്ക് വേണ്ടി, ലോകം നിലനിൽക്കുന്നതിന് വേണ്ടി, ലോകമംഗളത്തിനു വേണ്ടി താൻ നശിച്ചാലും വേണ്ടില്ല, ഈ ലോകം നിലനിൽക്കണമെന്ന് കരുതിക്കൊണ്ട് സ്വയം അത് സ്വീകരിച്ച് ഭക്ഷിക്കാൻ തയ്യാറായത്. പക്ഷേ പാർവതി ദേവിയുടെയും വിഷ്ണു ഭഗവാന്റെ, ബ്രഹ്മദേവൻ്റെയൊക്കെ ശക്തി കൊണ്ട് അത് ഉള്ളിലേക്ക് ഇറങ്ങാതെ കണ്ടതിൽ തന്നെ അവിടെ ഇരുന്ന് ഉറഞ്ഞ് കട്ടിയായി മാറി. അപ്പം അതുകൊണ്ടാണ് ആ വിഷത്തിൻ്റെ വീര്യം കൊണ്ടാണ് ഭഗവാന്റെ കണ്ഠം, കഴുത്ത് നീലനിറമായി മാറിയത്. അങ്ങനെയാണ് ഭഗവാൻ നീലകണ്ഠനായി മാറിയത്. അപ്പം അത്തരത്തിൽ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി തനിക്ക് വേണ്ട സംഭവിച്ചാൽ വേണ്ടില്ല. അതാണ് ആ മഹാത്യാഗം എന്ന് പറയാൻ കാരണം. ലോകനന്മയ്ക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, താൻ നശിച്ചാലും മറ്റുള്ളവർക്ക് നന്മയുണ്ടാകണം, അവർ നിലനിൽക്കണം എന്ന് കരുതിക്കൊണ്ടുള്ള ആ ഒരു ത്യാഗം കാണിച്ചെന്ന് അതിൻ്റെ മാതൃകയാണ്. ആ സ്മരണ നിലനിർത്തിക്കൊണ്ടാണ് മഹാശിവരാത്രി വീണ്ടും വന്നിരിക്കുന്നത്. എല്ലാവരും ശിവരാത്രി ദിവസത്തിൽ ശിവരാത്രി വ്രതമനുഷ്ഠിക്കുക. ശിവരാത്രി വ്രതത്തിന് അത്ര കണ്ട് പ്രാധാന്യമുണ്ട്. നമുക്ക് നമ്മുടെയൊക്കെ ആചരിക്കുന്ന വ്രതങ്ങളിൽ ഏറ്റവും വിശേഷപ്പെട്ടതാണ് ഏകാദശി വ്രതം. 1000 ഏകാദശിക്ക് തുല്യമാണ് അരശിവരാത്രി എന്നാണ് പറയുക. അപ്പോൾ നോക്കുക അതിൻ്റെ മഹത്വം. 1000 ഏകാദശിക്ക് തുല്യമാണ് അരശിവരാത്രി. അപ്പോൾ ഒരു ശിവരാത്രി നോറ്റാലും അങ്ങനെ ശിവരാത്രി വ്രത ആചരണത്തോടു കൂടി ആചരിക്കാൻ, കൊണ്ടാടുവാനും നമുക്ക് കഴിയണം ആ ദേവാധിദേവനായ ജഗത്പിതാവിൻ്റെ. കാരണം നമുക്കിന്ന് സനാതനധർമ്മം ഏറ്റവും കൂടുതൽ വെല്ലുവിളികളും ഭീഷണികളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ മുച്ചൂടും നശിപ്പിക്കാൻ, തകർക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും, ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും, കോടതിയുടെ ഭാഗത്തു നിന്നും, അങ്ങനെ വേണ്ട സമസ്ത ഭാഗത്തും അതിനെ തകർക്കുക. എന്തിനാണെന്നറിയില്ല, എന്ത് തെറ്റാണ് ഈ സനാതനമികൾ ചെയ്തതെന്നും അറിയില്ല. പക്ഷേ അതിനെ തകർക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് കരുതി കൂട്ടിക്കൊണ്ട് പ്രവർത്തിക്കും. നമ്മുടെ ക്ഷേത്രങ്ങളും ക്ഷേത്ര ആചാരങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്നു. ക്ഷേത്രങ്ങൾ ഉത്സവം നടത്താൻ പാടില്ല, ആനയെ എഴുന്നള്ളിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള ഓരോരോ നിയമങ്ങൾ, ഉത്തരവുകളും ഓരോ ദിവസവും പുതിയത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് ആ സനാതനധർമ്മത്തെ നിലനിർത്തേണ്ടുന്ന, അതിനെ സംരക്ഷിക്കേണ്ടുന്ന, നിയുക്തരായിരിക്കുന്ന, ആ ദൗത്യം ഏറ്റെടുക്കുന്ന നമ്മൾ ഓരോരുത്തരും ആ കർമ്മം നിർവഹിക്കുക. എങ്കിൽ മാത്രമേ ഇവിടെ ധർമ്മം നിലനിൽക്കുകയുള്ളൂ. നമ്മുടെ ക്ഷേത്രങ്ങളും ക്ഷേത്രാചാരങ്ങളും നമ്മുടെ പുണ്യഗ്രന്ഥങ്ങളും ഒക്കെ നിലനിൽക്കാൻ അതിനുവേണ്ടി നമ്മളൊക്കെ പരിശ്രമിക്കണം. പറഞ്ഞല്ലോ, സർവ്വചരാചരങ്ങളും വ്രതത്തോടുകൂടി ഉറക്കമുളച്ച് മഹാദേവനെ പൂജിക്കുന്ന, ആരാധിക്കുന്ന പുണ്യദിനമാണ് മഹാശിവരാത്രി. ആ സനാതന ധർമ്മത്തിൻ്റെ വിശ്വവിരാട് രൂപമാണ് ഇപ്പോൾ നമ്മൾ പ്രയാഗയിൽ കാണുന്നത്. 144 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന
മഹാകുംഭമേള. ലോകത്തിൻ്റെ തന്നെ നാനാഭാഗത്തുനിന്നും കോടിക്കണക്കിന് ജനങ്ങൾ ആ ത്രിവേണി സംഗമത്തിൽ ആ പുണ്യ സ്നാനത്തിന് വേണ്ടി എത്തിച്ചേരും. 45 കോടി ജനങ്ങൾ എത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ജനുവരി 14 മകരസംക്രമം മുതൽ ഈ നാളെ മഹാശിവരാത്രി വരെയാണ് ഈ മഹാകുംഭമേള അവിടെ നടക്കുന്നത്. 45 കോടി ജനങ്ങൾ എത്തും എന്നാണ് അവിടുത്തെ സർക്കാരും അധികാരികളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ വരെ 62 കോടി കഴിഞ്ഞു. നാളെയോട് വേണ്ട 65 കോടി എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഔദ്യോഗികമായ കണക്കാണ്. അതിലുപരി എത്രയോ വന്നിട്ടുണ്ടാവും. അപ്പം അത്തരത്തിൽ ആ സനാതനധർമ്മത്തെ നിലനിർത്താൻ നിയുക്തരായിരിക്കുന്നവരാണ് ആ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ധാർമ്മിക ജനത എന്ന് വിളിക്കുന്ന നാം ഓരോരുത്തർ. മറ്റൊരു ജനതയെയും ധാർമ്മിക ജനത എന്ന് വിളിക്കുന്നില്ല. കാരണം ധർമ്മം അനുഷ്ഠിക്കുന്നവർ, ധർമ്മമനുസരിച്ച് ജീവിക്കുന്നവർ, ധർമ്മത്തെ സംരക്ഷിക്കുന്നവർ, ധർമ്മം പ്രചരിപ്പിക്കുന്നവരെയാണ് ധാർമ്മിക ജനത എന്ന്. അതുകൊണ്ടാണ് നമ്മളെ സനാതനധർമ്മികളെന്നും ധാർമ്മിക ജനതയെന്നും നമ്മളെ മാത്രം വിളിക്കുന്നത്. മറ്റാരെയും അത് വിളിക്കുന്നില്ല. ധർമ്മം അനുഷ്ഠിക്കുക, അല്ലാതെ കേവലം ഉദരംഭരികളാകാൻ വേണ്ടിയിട്ടല്ല നമുക്ക് ഈ മനുഷ്യന്മം കിട്ടിയത്. ഇതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉണ്ണാനും ഉറങ്ങാനും വേണ്ടി ആയിരുന്നു എങ്കിൽ നമുക്കിങ്ങനെ ഒരു ജന്മം വേണ്ട. വല്ല ജന്തുക്കളായോ പക്ഷിയായോ മൃഗമായോ ഒക്കെ ജനിച്ചാൽ മതിയായിരുന്നു. അവയൊക്കെ ഉറങ്ങുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ ഉപരിയായി ധർമ്മത്തെ നിലനിർത്താൻ, ധർമ്മത്തെ സംരക്ഷിക്കാൻ അതിനൊരു ജന്മമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ശരീരം ആദ്യം ഖലു ധർമ്മസാധനം. ധർമ്മസാധനത്തിനുള്ള, ധർമ്മ സംരക്ഷണത്തിനുള്ള ആദ്യത്തെ ഉപകരണമാണ് ഈ ശരീരം. അപ്പോൾ അത് കണക്കാക്കിക്കൊണ്ട് ആ ധർമ്മത്തെ സംരക്ഷിക്കാൻ, കാരണം ഇനി കലിയുഗമാണ്, ധർമ്മത്തെ സംരക്ഷിക്കാൻ ഇനി ഭഗവാൻ ഒരു അവതാരമെടുക്കില്ല. കാരണം എപ്പോഴും ഭഗവാൻ അവതരിക്കുന്നത് ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ഈ കലിയുഗത്തിൽ അത്ര അവതാരം ഭഗവാൻ എടുക്കില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പഞ്ചഭൂതത്തെ കൊണ്ട് നിർമ്മിച്ചൊരു ശരീരം നമുക്ക് നൽകി അതിനുള്ളിൽ ഭഗവത് ചൈതന്യം നിറച്ച് നമ്മളെ വിട്ടിരിക്കുന്നത് ഈ ധർമ്മ സംരക്ഷണം, ഭഗവത് ധർമ്മം അനുഷ്ഠിക്കാൻ, ഭഗവത് ധർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് നമ്മൾ ചെയ്തില്ല എങ്കിൽ ഒരിക്കലും നമുക്കും ഈശ്വര സാക്ഷാത്കാരം, മോക്ഷങ്ങൾ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. സ്വകർമ്മ വിമുഖാരാജൻ കൃഷ്ണ കൃഷ്ണേതി വാദിന തേ ഹരേർ ദേശിണോ മൂഢ എന്നാണ്. സ്വന്തം കർമ്മമനുഷ്ഠിക്കാതെ, ധർമ്മമനുസരിക്കാതെ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ടിരുന്നാൽ കൃഷ്ണൻ രക്ഷിക്കാൻ വരില്ല. അങ്ങനെയുള്ള രണ്ടേ ദേശികളാണ്, വിരോധികളാണ്, ശത്രുക്കളാണ് എന്നാണ് ഭഗവാൻ തന്നെ പറയുന്നത്. അപ്പോൾ സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുക, നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്ന ധർമ്മം, കർമ്മം അതനുഷ്ഠിക്കുക. അങ്ങനെ ഈശ്വര സാക്ഷാത്കാരം നേടാൻ ഇനിയൊരു ജന്മം ഉണ്ടാകാത്ത അവസ്ഥയിലേക്ക്, ആ പരമസത്യത്വത്തിലേക്ക്, പരബ്രഹ്മത്തിലേക്ക് ലയിക്കുവാൻ വളരെ എളുപ്പമായുള്ള വഴിയെ ചിന്തിച്ചാൽ ഇടയ്ക്കിടെ 6 പടിയുണ്ട്. പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശിംഭോ. എളുപ്പമായുള്ള വഴി, അവിടത്തേക്ക് ഈശ്വര സാക്ഷാത്കാരത്തിലേക്കുള്ള അല്ലെ മുക്തിപദത്തിലേക്കുള്ള വഴിയെ ചിന്തിക്കുമ്പോൾ 6 പടിയുണ്ട് അതിനിടയ്ക്ക്. ഏതാണ് 6 പടി? നമ്മുടെ 6 ആധാരങ്ങൾ, ഷഡാധാരങ്ങൾ എന്ന് പറയും. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. ഇത് കഴിയുമ്പോഴാണ് സഹസ്രാര പത്മത്തിലെത്തുക. അപ്പോൾ നമ്മുടെ ഒക്കെ നട്ടലിൻ്റെ ഏറ്റവും താഴത്തെ കശേരിൽ അടങ്ങിയിരിക്കുന്ന കുണ്ടലിനി എന്ന ശക്തി, അതിനെ ഉണർത്തിയെടുത്ത് ഈ 6 പടികൾ, അതായത് ഷഡാധാര ചക്രങ്ങൾ ഭേദിച്ച് സഹസ്രാരപത്മത്തിലെത്തുമ്പോൾ നമ്മളും ശിവനായി മാറി, അല്ലെങ്കിൽ ഈശ്വരനായി, ഈശ്വരീയ ഭാവത്തിലേക്ക് നമ്മൾ എത്തി. ആ അവസ്ഥയിലേക്ക് എത്താൻ അതനുസരിച്ചുള്ള ജീവിതമായിരിക്കണം നമ്മൾ നയിക്കേണ്ടത്. ശിവം ഭൂത്വ ശിവം യജേൽ. ശിവനെ ഭജിച്ചുകൊണ്ട് ശിവനായി മാറുക. അതാണ് നമുക്ക് ഈ ശിവരാത്രി നാളിൽ അതിനുവേണ്ടി വന്നിരിക്കുന്ന പുണ്യദിനമാണ് ഈ മഹാശിവരാത്രി. അപ്പം അതിന് അനുസരിച്ച് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും വ്രതാചരണത്തിനും ഒക്കെ തന്നെ നമുക്ക് കഴിയുമാറാകട്ടെ. അതിനുള്ള കരുത്തും ശക്തിയും ദേവാധിദേവനായ ജഗത്പിതാവായ ലോകമംഗളകാരിയായ സാക്ഷാൽ മഹാദേവൻ നമുക്കേവർക്കും ഏകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതച്ഛമസ്വ. ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. ഓം നമഃ ശിവായ.